പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ഇടമാണ് കോഴിക്കോട് വള്ളിക്കാട്ടുകാവ് ദേവീക്ഷേത്രം. നഗരത്തിൽ നിന്നും മാറി എടക്കര എന്ന ഗ്രാമത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. കാട്ടിനുള്ളിലൂടെ ഒഴുകുന്ന ചെറിയ നീർച്ചാലുകളും കുളവും വാനരന്മാരും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. കാണാം മനോഹരമായ കാഴ്ച. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് എടക്കര എന്ന ഗ്രാമം. ഇവിടെയാണ് പ്രശസ്തമായ എലിയോടുമലയുടെ താഴ്വാരത്തിലുള്ള വള്ളിക്കാട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത്. പേരുപോലെ തന്നെ നിറയെ പടർന്നു കിടക്കുന്ന വള്ളികളാണ് ഇവിടെ. മരത്തിൻ്റെ വേരുകൾ പോലും വള്ളികൾ പോലെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് പടർന്നു കിടക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ അപൂർവത. ശ്രീ വനദുർഗ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടയ്ക്കൊരു മകൻ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാവിനു മുകളിലെ മലയിൽ പൂർവാചാര്യൻ ദുർഗാദേവിയെ ഉപാസിച്ചിരുന്നതായും കൃഷി ആവശ്യങ്ങൾക്കായി കർഷകർ മലയുടെ മുകളിലെ അരിവാൾ അണച്ചപ്പോൾ ചോര കണ്ടതായും പിന്നീട് അവിടെ പൂജ തുടങ്ങി കാവായി മാറിയെന്നുമാണ് വിശ്വാസം. ഇവിടെ കുടുക്കച്ചോറ് എന്ന് പറഞ്ഞ വഴിപാടാണ് വളരെ പ്രാധാന്യമുള്ളത്. കുരങ്ങന്മാരുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ സന്താനമില്ലാത്ത ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ അതിനുശേഷം സന്താനം ഉണ്ടായതിനു ശേഷം കുട്ടികളെയും കൂട്ടി വന്നിട്ട് പിന്നെ ഇവിടെ മണ്ണിൻ്റെ ചട്ടിക്കകത്ത് നിവേദ്യം പടച്ച് കുരങ്ങനെ കൊടുക്കുന്നൊരു ഇതാണ് പ്രാധാന്യമായിട്ടുള്ളൊരു വഴിപാട്. കാവിൽ പ്രകൃതിദത്തമായ നീർച്ചാലുകളുണ്ട്. പ്രകൃതിയുടെ തീർത്ഥജലമെന്നാണ് ഭക്തർ പറയുന്നത്. കുടിക്കാവുന്ന ശുദ്ധജലമാണ്. പീച്ചിയിൽ നിന്നുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ജലം പരിശോധിച്ചപ്പോഴും ശുദ്ധജലമാണെന്ന് കണ്ടെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൂർവ്വ സ്ഥാനത്ത് ആചാര്യൻ്റെ ഉപാസന ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നാണ് തീർത്ഥം ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നീരുറവേൻ്റെ ഒരു ഉത്ഭവമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറയുകയാണെന്ന് വെച്ചാൽ കുറേ മരത്തിൻ്റെ ഉള്ളിൽ കൂടി വേരിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി ആയിട്ടാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു നമുക്ക് കുടിച്ചാൽ തന്നെ റീഫ്രഷ്മെൻ്റുള്ള ഒരു അത്രയും നല്ലൊരു വെള്ളമായിട്ടാണ് നമുക്ക് ഇതേ അനുഭവപ്പെടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മഴക്കാലമാകുമ്പോൾ കുറച്ചധികം ഒന്ന് കൂടുമെന്നല്ലാതെ അതിൻ്റെ അളവിൽ യാതൊരു വ്യത്യാസവും നേരെ വന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാവിന് പരിസരത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് വേനൽക്കാലത്ത് കർഷകർ ഈ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് പോലും വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ടാകാറില്ല. നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വള്ളിക്കാട്ടുകാവിലെ തീർത്ഥജലം തന്നെയാണ് വയലിലേക്ക് എത്തുന്നത്. അത് കുളത്തിലേക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് പുറത്തേക്ക് വയലിലേക്ക് ഒഴുകിപ്പോവുക, തോട്ടുകൂടി ഒഴുകിപ്പോവുക. അത് തന്നെയാണ് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കാവ് പ്രവർത്തിക്കുന്നത്. മലയാള മാസത്തിൽ കുംഭത്തിലെ മകം നാളിലാണ് കാവിലമ്മയുടെ പിറന്നാൾ. ആ ദിവസം നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട്. കാവിലെ പ്രകൃതിയെ നശിപ്പിക്കാത്ത വിധം വികസനങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. വാനരക്കൂട്ടമാണ് മറ്റൊരാകർഷണം. ഭക്തർ നൽകുന്ന ഭക്ഷണം കഴിക്കാൻ ഈ കുരങ്ങുകൾ ക്ഷേത്ര പരിസരത്ത് സജീവമായി ഉണ്ടാകും. മലനിരകൾക്കു താഴെ വള്ളിയാലും മരങ്ങളാലും തിങ്ങി നിറഞ്ഞതാണ് ശ്രീ വള്ളിക്കാട്ടുകാവ് ക്ഷേത്രം. നിത്യവും നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും എടക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്
ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ നിതീഷിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.